എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിന്റെ റിവ്യൂ ആണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ജനിച്ചത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ ചില വീഴ്ചകൾ കടന്നു വന്നേക്കാം. അങ്ങനെ വീഴ്ചകൾ കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്നാണ് മധു ഭാസ്കരൻ ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. മധു ഭാസ്കരൻ ഒരു മോട്ടിവേഷണൽ ട്രെയിനറാണ്. അദ്ദേഹം ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായി ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസുകൾ എടുത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ക്ലാസുകളുടെ പരിചയ സമ്പത്തും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവം കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുതിയ ഒരു പുസ്തകമാണിത്. അപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. ഞാൻ ഈ പുസ്തകത്തിലുള്ള ഒരു കഥ ഞാൻ പറയാം. മധു ഭാസ്കരന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിനോട് ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, നിനക്ക് എന്താവാനാണ് ആഗ്രഹം? അപ്പോൾ മധു ഭാസ്കരൻ പറഞ്ഞത്, എനിക്കൊരു മോട്ടിവേഷണൽ ട്രെയിനർ ആവണമെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, നിന്നെ കൊണ്ട് ഒരിക്കലും ഒരു മോട്ടിവേഷണൽ ട്രെയിനർ ആകാൻ കഴിയില്ലെന്നും നിനക്ക് കുറച്ച് പരിമിതികളുണ്ട്. നമ്മളോട് ആരെങ്കിലും ഒരാൾ നിനക്ക് കുറച്ച് പരിമിതികളുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അത് കൃത്യമായി നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുക എന്നതാണ്. കാരണം നമ്മുടെ പരിമിതികൾ നമ്മളെക്കാളും മറ്റൊരാൾക്കായിരിക്കും കൂടുതൽ മനസ്സിലാവും. അങ്ങനെ അയാൾ പറഞ്ഞ മധു ഭാസ്കരൻ അയാൾ കണ്ട ഒരു പരിമിതി എന്തെന്ന് വെച്ചാൽ, തന്റെ പൊക്കമില്ലായ്മയും മെലിഞ്ഞ ശരീരവും ഒരിക്കലും ഒരു മോട്ടിവേഷണൽ ട്രെയിനർക്ക് ചേർന്നതല്ലെന്നും മോട്ടിവേഷണൽ ട്രെയിനറുടെ തത്വം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന തത്വമാണ്. അപ്പോൾ തന്റെ ശരീരഘടന മുന്നിൽ നിൽക്കുന്നവരെ ഒരിക്കലും അതൊരു മോട്ടിവേഷനായിട്ട് എടുക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം മധു ഭാസ്കരൻ ഒരുപാട് ചിന്തിക്കുകയുണ്ടായി, എന്താണ് ഞാൻ ഇതിനു വേണ്ടി ചെയ്യുക എന്ന്. ഇതിന് അദ്ദേഹം പറയുന്ന മറുപടിയായി അദ്ദേഹം ഒരു കഥയാണ് പറയുന്നത്. നമ്മളൊരു മരത്തോട് പോയി അതിന് വേരുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മരം പറയും ഉണ്ടെന്ന്. അപ്പോൾ നീ ആ വേര് കണ്ടിട്ടുണ്ടോ എന്ന് പിന്നീട് ചോദിക്കുമ്പോൾ അത് പറയും അതെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. നീ എങ്ങനെയാണ് ആ വേര് കണ്ടതെന്ന് ചോദിക്കുന്നതോട് മരം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് എന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായത് വേരാണെന്ന് എനിക്കറിയാം. ഇത് തന്നെ നമ്മുടെ മനുഷ്യ ജീവിതത്തിലേക്കും പകർത്താമെന്നാണ് മധു ഭാസ്കരൻ പറയുന്നത്. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, അതാണ് വേര്. അതിന് നമ്മൾ സൈക്കോളജിപരമായി പറയുന്ന ഒരു കാര്യമാണ് ആത്മവിശ്വാസം അഥവാ സെൽഫ് എസ്റ്റീം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും സെൽഫ് എസ്റ്റീം എന്തെന്ന് തിരിച്ചറിയുകയും അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നമുക്ക് വിജയങ്ങളിലേക്ക് എത്താൻ കഴിയുമെന്നാണ് മധു ഭാസ്കരൻ പറയുന്നത്. അപ്പോൾ ഈ പുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയത്തിൽ എത്താൻ കഴിയട്ടെ എന്നും നല്ലൊരു വായന അനുഭവം ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട്